പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. കാരണം ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ട്. കാൽവരിയിലെ കുരിശിൽ ഈശോ പിശാചിനെ തോൽപ്പിച്ചു. ആരാ തോറ്റത്? തോറ്റതാരാ? ഈശോയോ? പിശാച് തോറ്റു. പിശാച് പക്ഷേ തോറ്റെന്നും പറഞ്ഞ് ചുമ്മാ വീട്ടിലിരിക്കുകയല്ല. 10ാം ക്ലാസ്സിൽ തോറ്റെന്നും പറഞ്ഞ് ചിലവന്മാര് ചുമ്മാ വീട്ടിലിരിക്കുന്നത് പോലെ പിശാച് ചുമ്മാ ഇരിക്കുകയല്ല. പിശാച് എന്ത് ചെയ്തു? പിശാച് ഈശോയെ തോൽപ്പിക്കാൻ അടുത്ത വഴി കണ്ടുപിടിച്ചു. എന്താണ്? ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ളവരെ ആക്രമിച്ചാൽ ഈശോയ്ക്ക് വേദനിക്കുമെന്ന് പിശാചിനറിയും. സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നായകനോട് അടിയുണ്ടാക്കി തോറ്റ് കഴിയുമ്പം വില്ലൻ നായകനില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി ചെന്ന് പെമ്പർനോത്തിയെയും പിള്ളേരെയൊക്കെ തല്ലിയേച്ച് പോകുന്നു അല്ലേ? അത് ഒരു സിനിമാ കഥയിലെ ഒരു സ്വാഭാവിക രംഗം. ഇതുപോലെ പിശാചിന് ഈശോയെ തോൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പിശാച് ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഉപദ്രവിക്കാൻ ഇറങ്ങി. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരാ? ഞങ്ങൾക്ക് ഉറപ്പില്ല. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും നമ്മളാണ് അല്ലേ? നമുക്ക് വേണ്ടിയാണ് ഈശോ കാൽവരിയിലെ കുരിശിലേറി മരിച്ചത്. അപ്പൊ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരാണ്? നമ്മളാണ്. വെരി ഗുഡ്. ആ നമ്മളെ പിശാച് ആക്രമിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 5:8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ പാഞ്ഞു നടക്കുകയാണ്. ശരിയാ, പിശാച് പാഞ്ഞു നടക്കുക. പിശാച് ഇങ്ങനെ പാഞ്ഞു നടക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്നറിയാൻ നിങ്ങളുടെ വീട്ടിൽ പിശാചോ കയറിയോ ഇല്ലയോ എന്നറിയാൻ 1-2 ലക്ഷണങ്ങൾ ഞാൻ പറയും. ആ ലക്ഷണം ഉണ്ടെങ്കിൽ നിങ്ങളത് ഗൗരവമായിട്ട് എടുക്കണം. ലക്ഷണം ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞു. പിശാച് വീട്ടിൽ കയറിയോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പിശാചിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയാൽ ആ വീട്ടിൽ പിശാചിന്റെ സാന്നിധ്യം. പിശാചിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? പിശാചിന്റെ ഭാഷ തെറി, ചീത്ത, ഇതാണ് പിശാചിന്റെ ഭാഷ. മലയാളം കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷയാണ് അല്ലേ? നമ്മളിപ്പോൾ കർണാടകയുടെ അതിരയിലായതുകൊണ്ട് നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ കന്നഡ അറിയാം, ശരിയാണ്. പക്ഷേ ഈ പിശാചിന്റെ ഔദ്യോഗിക ഭാഷ എന്താണ്? ചീത്ത, ചെറി, നരകത്തിലെ ഭാഷയാണ്. കാരണം നരകത്തിൽ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്ന തൊട്ട് നേരം വെളുക്കുന്നവരെയും തച്ചിനിരുന്ന് തെറിവിളിയാണ് അന്യോന്യം. അതാണ് നരകത്തിൽ സംഭവിച്ചുകൊണ്ട്. ആ ഭാഷ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അവിടെ പിശാചിന്റെ സാന്നിധ്യം. വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ ആ ഭാഷ? പിള്ളേർ തലയാട്ടുന്നുണ്ട്. പിശാച് കയറിയോ ഇല്ലയോ എന്നറിയാനുള്ള 2-ാമത്തെ ലക്ഷണം, ഈ മദ്യം, ലഹരി വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ശരിക്കും പിശാചിന്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട നരിപ്പാറയച്ചൻ മരിച്ചുപോയി. പക്ഷെ അച്ഛൻ നമ്മുടെ നല്ല അജപാലകളിൽ ഒരാളാണ്. അച്ഛൻ നല്ലൊരു ധ്യാന ഗുരുവും കൂടിയാണ്. അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു: ഈ മദ്യം എന്ന് പറയുന്നത് പിശാചിന്റെ മൂത്രമാണ്. മഹാവൃത്തികേടല്ലേ? വൃത്തികേടാന്ന് തോന്നുന്നുണ്ട്, അത് കുടിക്കാതിരുന്നാൽ മതി, പ്രശ്നം തോന്നും. പിശാചിന്റെ പ്രവൃത്തിയാണ് ഒരു വ്യക്തിയെ മദ്യത്തിന് അടിമയാക്കി കളയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ചാക്കോച്ചൻ മദ്യവർജന പ്രസ്ഥാനത്തിന്റെ രൂപതാ ഡയറക്ടറായിരുന്നു. അതുകൊണ്ട് ഈ മദ്യം പിശാചിന്റെ പ്രവൃത്തി. പിശാച് കലഹപ്രിയനാണ്. നിങ്ങളുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ, അയൽക്കാർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ തർക്കവും കലഹവും മിണ്ടാണ് നടക്കുന്ന സ്വഭാവം ഉണ്ട് എങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങളുടെ വീട്ടിൽ പിശാച് സ്ഥിരതാമസം തുടങ്ങിയെന്നതിൻ്റെ അർത്ഥം. മനസ്സിലാവും? പ്രാർത്ഥിക്കാൻ മടിയുള്ളത്, കുടുംബ പ്രാർത്ഥന ചെല്ലാൻ മടി. കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ മാത്രം ഭയങ്കര ഉറക്കം, ക്ഷീണം. സീരിയൽ 5 എണ്ണം തച്ചിനിരുന്ന് കാണാൻ ഒരു വിഷമവും ഇല്ല. അത് പിശാച് കയറിയതിന്റെ ലക്ഷണം. പ്രിയപ്പെട്ടവരെ,
ഈ പിശാചിന്റെ പ്രവർത്തനങ്ങള് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ പാഞ്ഞു നടക്കുന്ന സാത്താനെ കുറിച്ചുള്ള ശ്ലീഹായുടെ പ്രബോധനം കേവലം ഭംഗിവാക്കല്ല, അത് ആലങ്കാരികമായി പറഞ്ഞതല്ല, അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ഈശോയ്ക്കറിയാം ഈ പിശാച് നമ്മുടെ പുറകെ നടന്നിങ്ങനെ ഉപദ്രവിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടും നമ്മൾ തന്നെ വിചാരിച്ചാൽ ഈ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റിയല്ലെന്ന് ഈശോയ്ക്കറിയാം. പിശാച് ഭയങ്കര ശക്തനാ, കാരണം അവൻ മുഖ്യദൂതന്മാരിൽ ഒരാളായിരുന്നു. നമ്മൾ തന്നെ വിചാരിച്ചാലൊന്നും പിശാചിനെ പിടിച്ചു കെട്ടാൻ പറ്റിയല്ല. പറ്റുമോ? ഇല്ല. ഇതിലൊരു വലിയ കാട്ടുപോത്ത് വന്നെന്ന് വിചാരിച്ചു, എന്നാ അതിനെ ചെന്ന് മൂക്കേറിട്ട് കൊണ്ടുവന്നേക്കാം എന്ന് വിചാരിച്ച് ചെന്നാലോ, ചെന്നതേ ഓർമ്മ കാണുള്ളൂ. പിന്നെ നമ്മളെ കാണുന്ന വല്ല മരത്തേൽ പടവായിട്ടിരിക്കും. അതാണ് കാട്ടുപോത്തിന്റെ ശക്തി, അത്ര വലുതാണ്. അതുപോലെയാ പിശാചിനെ നമുക്ക് നേരിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് നമ്മെ പിശാച് ഉപദ്രവിക്കാതിരിക്കാൻ ഈശോ നമുക്ക് ചുറ്റും സംരക്ഷണത്തിന്റെ ഒരു കോട്ട കെട്ടി. ഈശോ നമുക്ക് ചുറ്റും കെട്ടിയ ആ സംരക്ഷണത്തിന്റെ കോട്ടയാണ് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭ. ഈ സഭയോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ നാം സുരക്ഷിതരാണ്, അജയ്യരാണ്. പിശാചിന് ഇതറിയാം, നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം അവന് നമ്മയാകട്ടെ, നമ്മുടെ മക്കളെ ആകട്ടെ, നമ്മുടെ ജീവിത പങ്കാളിയാകട്ടെ, നമ്മുടെ കൃഷിഭൂമികളെ ആകട്ടെ തകർക്കാനാവില്ല എന്നറിയാവുന്ന പിശാച് എന്ത് ചെയ്യും? പിശാച് നമ്മളെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി സഭയിൽ നിന്ന് അകറ്റാൻ പരിശ്രമിക്കും. ഇത് പിശാചിന്റെ തന്ത്രമാണ്. ചിലർ വികാരിച്ചന്മാരുമായിട്ട് വഴക്കുണ്ടാകും അല്ലെ? ചില ആളുകൾ വികാരിച്ചനോട് പിണങ്ങി പിന്നെ പള്ളിയിൽ പോക്ക് നിർത്തിയവരുണ്ട്. അങ്ങനത്തെ മനുഷ്യർ വ്യതിയെടുക്കലൊന്നുമല്ല, വളരെ വിദൂര ദേശങ്ങളിൽ അങ്ങനത്തെ ചില മനുഷ്യർ. ഇവിടെ ഉണ്ടോ അങ്ങനെ വല്ലോ? ഇല്ല. നിങ്ങളുടെ വികാരിച്ചന്മാരാരും വഴക്കൂടുന്നവരായിട്ട് വന്നിട്ടില്ല ഇവിടെ. അതുകൊണ്ട് ഇവിടെ എല്ലാം സമാധാനവും ശാന്തവുമായി കൂട്ടി. വേറെ ചിലപ്പോഴുണ്ടല്ലോ നമ്മളെ വികാരിച്ചതിനെ കുറിച്ച് ദോഷമൊന്നും കേൾക്കുന്നില്ല, അതേസമയം വേറെ എവിടെയൊക്കെയോ അച്ഛന്മാരെ കുറിച്ചും കന്യാസ്ത്രീകളെ കുറിച്ചും ഓരോ അപഖ്യാതികളൊക്കെ കേൾക്കും. അതിലൂടെ നമ്മളെല്ലാവരും പറഞ്ഞുണ്ടാക്കുക, ഈ അച്ഛന്മാരെല്ലാം കണക്കാ, കന്യാസ്ത്രീകളും കണക്കാ, സഭയുടെ ഭാവി അപകടത്തിൽ, ഇനി സഭയ്ക്ക് നിലനിൽപ്പില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ഇവിടെയൊക്കെ ചില വൈദികർക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, സമർപ്പിതർക്ക് കുറവുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളാരും മറച്ചു പിടിക്കുന്നില്ല, അത് സത്യമാണ്. ഞങ്ങളെല്ലാവരും വിശുദ്ധരും പുണ്യാളന്മാരാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. മൺപാത്രങ്ങളിൽ നിധി കിട്ടിയ നിസ്സാരരും അയോഗ്യരുമായ മനുഷ്യരാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും വൈദികനോ സന്യസ്തർക്കോ അബദ്ധമോ വീഴ്ചയോ സംഭവിച്ചാൽ സഭയൊന്നാകെ തകർന്നു എന്ന് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ ശക്തിയുടെ പേരാണ് പിശാച് എന്ന് പറയുന്നത്. സഭയിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ പിശാച് ഇത്തരം അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത. ചിലപ്പോൾ പിശാച് നമ്മളെ കൂദാശകളിൽ നകറ്റും. പിശാചിന് ഏറ്റവും വെറുപ്പുള്ള കൂദാശ ഏതാണെന്നറിയാവോ? ഏതാ? വിശുദ്ധ കുർബാനയെ വെറുപ്പാണ് പിശാചിന്. അതുപോലെ പിശാചിന് വെറുപ്പ്, അതിനേക്കാളും വെറുപ്പുള്ള ഒരു കൂദാശയുണ്ട്, കുംഭസാരം എന്ന കൂദാശ. കാരണം എന്നാന്നോ, കുംഭസാരം എന്ന കൂദാശയിലൂടെ എത്ര കാലമായി പിശാചിന്റെ അടിമയായി കഴിഞ്ഞ മനുഷ്യനായിക്കോട്ടെ, അവൻ ശരിക്കും അനുതപിച്ച് പാപമേറ്റു പറയുമ്പോൾ അന്ന് മുതൽ പിശാചിന് അവന്റെ മേലുള്ള അവകാശം തീർന്നു, അവൻ ദൈവ പൈതലായി മാറി. പിശാചിന്റെ നാളിതുവരെയുള്ള സമസ്ത പരിശ്രമങ്ങളെയും വൃഥാവിലാക്കുന്ന പ്രവൃത്തിയാണ് കുമ്പസാരം എന്ന കൂദാശ. അതുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കാതിരിക്കാൻ പിശാച് എല്ലാ കുതന്ത്രങ്ങളും പയറ്റും എന്നുള്ളതാണ് പരമാർത്ഥം. പ്രിയപ്പെട്ട ദൈവജനമേ, അതിനുവേണ്ടി പിശാച് ചുമ്മാ പറഞ്ഞാലൊന്നും നിങ്ങൾ കുമ്പസാരം മുടക്കിയാലെന്നറിയാവുന്ന പിശാച് ഭയങ്കരമായി പൈസ മുടക്കി വലിയ സിനിമകൾ ഉണ്ടാക്കി
കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് ആക്ഷേപഹാസ്യങ്ങൾ നിരത്തി. മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു 10-22 സിനിമകളിലെങ്കിലും ഇങ്ങനെ കുമ്പസാരത്തെ കളിയാക്കുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടോ ജാതി സിനിമകൾ? ഒരച്ഛൻ കുമ്പസാരിക്കൂട്ടിലിരുന്ന് കുമ്പസാരിപ്പിക്കുന്നു. ആളുകൾ ചെന്ന് പാപം ഏറ്റു പറയുന്നു. ഒരാൾ പറഞ്ഞു, ഞാൻ 6-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വ്യഭിചാരം ചെയ്തിട്ടുണ്ട്. ഉടനെ അച്ഛൻ ഉണർന്നെഴുന്നേറ്റു. കേക്കട്ടെ, വിശദമായി പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, വൺസ് മോർ. അങ്ങനത്തെ സിനിമ കണ്ടിട്ടില്ല നിങ്ങള്? കണ്ടാധീനങ്ങളെല്ലാം ബദിയെടുക്കലും കണ്ടിട്ടുണ്ട്. വല്ല കന്നഡ സിനിമയൊക്കെ പോയി കണ്ടാൽ മതിയായിരുന്നു, എന്നാല് കുഴപ്പമുണ്ടായി. നോക്കിയേ, മാതാപിതാക്കളെ ഒരായുസ് മുഴുവൻ കുമ്പസാരിച്ച നിങ്ങളാരും ഇത്തരം സിനിമകൾ കണ്ട് വഴിതെറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങളാരും ഈ സിനിമ കണ്ടിട്ട് കുമ്പസാരം വേണ്ടാന്ന് വെക്കുകയില്ലെന്നും എനിക്കറിയാം. പിന്നെ ഇവരുടെ ലക്ഷ്യം നിങ്ങളല്ല, ഇവര് ലക്ഷ്യം വയ്ക്കുന്നത് വളരുന്ന തലമുറയിലെ ഈ കുഞ്ഞുങ്ങളാണ്. ഇത്തരം രംഗങ്ങൾ ആവർത്തിച്ച് കണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുമ്പസാരം എന്ന കൂദാശയുടെ പവിത്രതയെക്കുറിച്ച് സംശയം ജനിപ്പിക്കണം. കുമ്പസാരിപ്പിക്കുന്ന വൈദികന്റെ സംശുദ്ധിയെക്കുറിച്ച് സംശയം ജനിപ്പിക്കണം. കുമ്പസാരക്കൂടിൽ നിന്ന് ഈ മക്കൾ അകലണം. അതാണ് പിശാചിന്റെ താല്പര്യം. അതിലവൻ കുറെയൊക്കെ വിജയിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് നമ്മുടെ യുവതലമുറയിൽ പലരും കുമ്പസാരക്കൂട്ടിൽ നിന്ന് അകലാൻ താല്പര്യം കാണിക്കുന്നു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, മിശിഹാ തമ്പുരാൻ നമുക്ക് വേണ്ടി കുരിശിൽ നേടിത്തന്ന രക്ഷയെ നമുക്ക് വ്യക്തി ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ ദൈവമൊരുക്കിയ അത്ഭുതത്തിന്റെ തീർത്ഥക്കുളമാണ് പരിശുദ്ധ കുമ്പസാരം. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടൊത്ത് പങ്കുണ്ടാവില്ല, ഈശോ പത്രോസിനോട് പറഞ്ഞു. ഈശോ തൻ്റെ തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകുന്ന പുണ്യപ്പെട്ട കൂദാശയാണ് പരിശുദ്ധ കുമ്പസാരം. നമുക്കതിന്റെ വില അറിയത്തില്ല, പക്ഷെ പിശാചിന് അതിന്റെ മൂല്യം അറിയാം. അതുകൊണ്ടാണ് അവൻ നമ്മെ അതിൽ നിന്ന് അകറ്റാൻ ഇത്രയേറെ പരിശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ 22 സിനിമകളിൽ 16 എണ്ണവും നിർമ്മിച്ചിരിക്കുന്നത് ഇന്നാട്ടിലെ പ്രഗത്ഭരായ ചെകുത്താൻ ആരാധന ഗ്രൂപ്പുകാര് എന്ന് പറയുമ്പോൾ കുമ്പസാരം എന്ന കൂദാശയെ സാത്താൻ എത്രമേൽ ഭയപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, പിശാച് ഇങ്ങനെ നമ്മളെ കൂദാശകളിൽ നിന്ന് അകറ്റും. ചിലര് കല്യാണത്തിന്റെ സമയമാകുമ്പോഴാണ് പിശാചിന്റെ കെണിയിപ്പെടുക. പഠിക്കാൻ പോയോടത്ത് പെങ്കൊച്ചുങ്ങള് ആരേലുമൊക്കെ കണ്ണും കലാശവും കാണിച്ചെന്ന് പറഞ്ഞ് പുറകെ പോകുമ്പോ എന്ത് സംഭവിക്കും? അന്യമതസ്ഥരുടെ കൂടെ ഒളിച്ചു, അല്ലാതെ കൂടി താമസം തുടങ്ങി. അവർക്ക് പിന്നെ കൂദാശയില്ല, അവർക്ക് കുമ്പസാരിക്കാൻ അനുവാദമില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അനുവാദമില്ല. ആൺപിള്ളേർക്കും സംഭവിക്കാം. ഏതെങ്കിലും ഒരുത്തിയെ പോയി രജിസ്റ്റർ കല്യാണം കഴിച്ച് താമസം തുടങ്ങി. ആ വ്യക്തിക്ക് പിന്നീട് കുമ്പസാരവും പരിശുദ്ധ കുർബാനയും സ്വീകരിക്കാൻ അനുവാദമില്ല. പിശാചിന് സന്തോഷമായി. കാരണം ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ഒരുക്കിയ രക്ഷയുടെ വാതായനങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ എന്നേക്കുമായി അടച്ചു കളയാൻ പിശാചിനായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു അപകടം നമ്മൾ ശരിക്ക് തിരിച്ചറിയണം. ഈശോയ്ക്കറിയാം തൻ്റെ മക്കളെ ഇങ്ങനെ തകർക്കാൻ പിശാച് കോപ്പുകൂട്ടി നടക്കുകയാണെന്നറിയാവുന്നത് കൊണ്ട് ഈശോ നമ്മെ സഭയോട് ചേർത്ത് നിർത്താൻ എപ്പോഴും ആഗ്രഹിക്കും. അതാണ് ഈ സഭാ നവീകരണത്തിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുക. സഭയോട് നാം ചേർന്ന് നിന്നാൽ പിന്നെ പിശാചിന് നമ്മെയാകട്ടെ, നമ്മുടെ മക്കളെ ആകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ ഉപദ്രവിക്കാനും തകർക്കാനുമാവില്ല. അവൻ വരുന്നത് യോഹന്നാൻ 10:10 പറയുന്നുണ്ട്, സാത്താനെ കുറിച്ച് പറയുന്നു, അവൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്. എന്നാൽ ദൈവപുത്രനായ ഈശോ വരുന്നതോ ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടി. ഇതാണ് സഭയോട് ചേർന്നും സഭയിൽ നിന്ന് അകന്നും ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു നാടൻ ഉദാഹരണം പറയാം. നിങ്ങളോട് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് ഈ ഉദാഹരണം.
ബദിയെടുക്കയുടെ നിലവാരമൊന്നുമില്ല, ബദിയെടുക്കക്കാർ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊരു നാടൻ ഉദാഹരണം, വലിയ നിലവാരമൊന്നും. അമ്മമാരൊക്കെ വീടുകളിൽ പണ്ട് കോഴിയെ വളർത്തുമായിരുന്നു, ഇല്ലേ? കോഴി. ഈ കോഴിയെ വളർത്തുമ്പോൾ ഞങ്ങളുടെ വീട്ടിലും കോഴിയെ വളർത്തുമായിരുന്നു. കൊച്ചായിരുന്നപ്പോൾ ഈ കോഴിയെ കൂടടയ്ക്കുന്ന പണി അമ്മ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഞാൻ ഈ കൂടടയ്ക്കാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, മിക്കവാറും എല്ലാ കോഴികളും കൂട്ടിക്കേറിയിരിക്കുന്നു മര്യാദക്കാരായി. ഒന്ന് രണ്ട് എരണം കെട്ട കോഴിയുണ്ട്, അത് കൂട്ടിക്കേറി. അതിനായും മരത്തെ കയറിയിരിക്കും. കണ്ടിട്ടില്ല ജാതി കോഴിയെ? ആ, ഇവിടെ ഉണ്ട് അല്ലേ? ആ, ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. ബദിയെടുക്കയിലും അജാതി കോഴികളും. ആ കോഴിയുടെ വിചാരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഭയങ്കര സ്മാർട്ടാന്ന്. ആ കോഴിയുടെ വിചാരം ഭയങ്കര സ്മാർട്ടാണ്. അവൻ കൂടെ അവൻ ആവശ്യമില്ല. എന്നാ കൂടെ ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ ഓരോ പരിപാടി. കൂട്ടിക്കേറിയ കോഴികളെ കുറിച്ച് അവന് പരമപുച്ഛമാണ്. കഴുതകൾ, വിഡ്ഢികൾ, സ്വന്തം കാലെ നിൽക്കാൻ ത്രാണിയില്ലാത്തവൻ, കൂട്ടിക്കേറിയ അടിമയെ പോലെ കഴിയുന്നു, ഇങ്ങനെ പറഞ്ഞ് പരിഹസിച്ചാണ് അവനെ മരത്തെ കയറിയിരിക്കുന്നത്. നിങ്ങൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നതിനെ മുമ്പ് പരിഹസിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ചില മഹാന്മാരുണ്ട് നിങ്ങളുടെ വീട്ടിൽ, ഇല്ലേ? അവന്മാരാണ് ഈ മരത്തേലിരിക്കുന്ന കോഴികൾ. എന്ത് പറ്റുമെന്ന് നോക്കാം. പാതിര കഴിയുമ്പോൾ ഈ കോഴി വന്ന് കൂടിന്റെ കീഴെ പതുങ്ങിയിരിക്കും. രാവിലെ ഏറ്റുപോയി തിന്നാൻ വേണ്ടി അതിബുദ്ധിമാനായിട്ട് വന്നിരിക്കുന്നു. 1-2 ആഴ്ച ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകും. പിന്നീട് നട്ടപ്പാതിര കഴിയുന്ന നേരത്തെ ഒരു നിലവിളിയും കാറിച്ചയും കേൾക്കാം. എന്തായിരിക്കും? എന്നാ? കുറുക്കം വന്ന് ഈ പുറത്തിരിക്കുന്ന കോഴിയെ കടിച്ചെടുത്തോണ്ട് പോകുന്നു. ഉടനെ കോഴി കിടന്ന് നിലവിളിച്ച് കാറുവാണ്. ഇത് കേട്ട് ഞാൻ വീട്ടിൽ പായെ കിടന്ന് ഊറിച്ചിരിക്കും. കോഴി പോയതിൽ വിഷമമുണ്ടെങ്കിലും നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തിയ കോഴിയല്ലേ, അനുഭവിക്കട്ടെ, ദുഷ്ടൻ. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ കോഴിയുടെ കഥ കഴിഞ്ഞു. കാരണം കുറുക്കം പിടിച്ച കോഴിയുടെ കഥ കഴിഞ്ഞല്ലോ. ഇനി ഈ കഥയിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇതിലെ കുറുക്കൻ ആരുടെ പ്രതീകമാണ്? ആരുടെയാ? പിശാചിന്റെ പ്രതീകം. ഓ, നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ്. അപ്പൊ പിന്നെ കോഴി ആരുടെ പ്രതീകമാണ്? നമ്മുടെയാ. സമ്മതിച്ചു അല്ലേ? ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ പിള്ളേര് തന്നെയാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ കോഴികളാണ്. ഗുഡ്. അപ്പൊ കോഴിക്കൂട് എന്തിന്റെ പ്രതീകമാ? എന്തിന്റെ? സഭയുടെ. നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കോഴിയെ കുറുക്കം പിടിക്കാനുള്ള കാരണം എന്താ? കൂട്ടി കയറാഞ്ഞുകൊണ്ട്. വളരെ ലളിതമാണ് അല്ലേ? യെസ്. കൂട്ടി കയറിയായിരുന്നേ പിടിക്കുമായിരുന്നോ? ഇല്ല. ഇതാണ് സത്യം. അതായത് സഭയാകുന്ന ഈ സംരക്ഷണ കവചത്തിനുള്ളിലാണ് നാമെങ്കിൽ നാം സുരക്ഷിതരാ. പിശാചിന് നമ്മെ തൊടാനാവില്ല. കാരണം ഈ സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല, അതൊരു സംഘടനയല്ല, അതൊരു പ്രസ്ഥാനമല്ല. അത് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരം തന്നെയാണ്. വലതുകര ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവിന്റെ തിരുശരീരമാ. ഈശോയുടെ തിരുശരീരത്തിന്റെ 7 അയലോക്കത്ത് പോലും പിശാച് വരുവോ? അതാണ് ഈ സഭയിലായിരിക്കുന്നതിന്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, ഈ സഭയോട് ചേർന്ന് നിൽക്കാനുള്ള വഴി എന്ത് എന്ന് ചോദിച്ചാല് തിരുസഭയുടെ പ്രമാണങ്ങൾ പാലിക്കും. തിരുസഭയ്ക്ക് 5 കൽപ്പനകളുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? ഈ 5 കൽപ്പനകളും അറിയാവുന്ന, വേദപാഠം പഠിക്കുന്ന പിള്ളേരാരെങ്കിലും ഉണ്ടോ? 5 പ്രമാണങ്ങളും കൃത്യം അറിയാവുന്നവരുണ്ടെ കൈവയ്ക്കൂ. സമ്മാനം തരുന്നതായിരിക്കും. ഗതിയെടുക്കയുടെ മാനം കളയാൻ പാടില്ല. ആരുമില്ല. 5 തിരുസഭയുടെ 5 കൽപ്പനകൾ അറിയാവുന്നവര്? ദൈവമേ, ഞാൻ ഈ പറഞ്ഞെല്ലാം പിൻവലിക്കേണ്ടി വരുമോ? ആരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സ്മാർട്ടായ പെൺകുട്ടി? ഒരു 1-2 കൽപ്പനയൊക്കെ പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ സഹായിക്കാം. ഇത്രയെങ്കിലും ധൈര്യമുള്ളവർ പോരും, കൈവക്ക്.
ആൺപിള്ളേരുടെ കൂട്ടത്തിൽ ആരുമില്ല? ദൈവമേ, ആ മേടിക്കും വരൂ. പരിശുദ്ധ ദൈവമാതാവിന്റെ പേരിൽ ഒരു പള്ളിയില് മാതാവിന്റെ മാധ്യസ്ഥം കൊണ്ട് ഒരു കൊച്ചെങ്കിലും ഉണ്ടായി. ആ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറയും, അവിടെ അതിന്റെ പുറകെ ഓണാക്കിയിട്ട് അങ്ങ് പറയും. മോളുടെ പേരെന്നാ? ആൻമരിയ. അപ്പൊ ആൻമരിയ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ അമ്മയുടെ പേരും മാതാവിന്റെ പേരും കൂടെ ചേർന്നാണ് ആൻമരിയ. അവൾ വളരെ ജ്ഞാനിയാണ്. പറഞ്ഞോളൂ. ആ, വെരി ഗുഡ്. ആണ്ടിലൊരിക്കലും. വെരി ഗുഡ്. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട കാലത്ത് വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും ചെയ്യണം. വെരി ഗുഡ്. 3, 4 വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുമായി വിവാഹം നടത്തുകയോ ചെയ്യരുത്. തിരുസഭ വിലക്കിയ ആളുമായി വിവാഹം നടത്തരുതെന്ന് പറഞ്ഞല്ലോ. അത് ആരെ കുറിച്ചായിരിക്കും? വിശ്വാസം ഇല്ലാത്തവരും സത്യവിശ്വാസം പങ്കുവയ്ക്കാത്തവരുമായിട്ട് നടത്തരുത്. ഞാൻ എടുത്ത് ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ പെങ്കൊച്ചുങ്ങളൊക്കെ കേൾക്കണം. വല്ലവരൊക്കെ ചിരിച്ചു കാണിച്ചെന്ന് പറഞ്ഞ് പോയേക്കരുത് കേട്ടോ. തിരുസഭ വിലക്കിയ വിവാഹമാണത്. ആൺപിള്ളേരും ശ്രദ്ധിക്കുക. ഗുഡ്. 5 ദേവാലയത്തിൽ ദൈവ ശുശ്രൂഷകർക്കും വൈദികാധ്യക്ഷൻ കൽപ്പിക്കുന്ന കൽപ്പനകളും പ്രഹാരവും മറ്റ് ഓഹരികളും നൽകണം. യെസ്, മിടുക്കിയാണ് കേട്ടോ ആൻമരിയ. അമലോത്ഭവ മാതാവിന്റെ ഒരു മെഡൽ തരാം. യെസ്, ആൻമരിയ പറഞ്ഞ പോലെ തിരുസഭയുടെ എത്ര പ്രമാണമുണ്ട്? 5. ഇപ്പൊ നിങ്ങൾക്കും തോന്നുന്നുണ്ട് പറഞ്ഞാൽ കൊള്ളായിരുന്നല്ലേ? ധൈര്യം വേണം. അറിവ് മാത്രം പോരാ, ധൈര്യം വേണം. ധൈര്യം ഉണ്ടാകാനുള്ള ഒരു വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. വീട്ടിൽ ചെന്ന് മമ്മിയോട് പറഞ്ഞ് 7 ദിവസം അടുപ്പിച്ച് ആട്ടും സൂപ്പ് കുടിച്ചാൽ മതി. നല്ല ധൈര്യം വരും കേട്ടോ. അല്ലാണ്ട് എന്നാ ഇന്ന്. ഓക്കെ. അപ്പോൾ ആൻമരിയ ഇവിടെ പറഞ്ഞതുപോലെ തിരുസഭയുടെ 5 കൽപ്പനകൾ പാലിച്ചാൽ നമ്മൾ സഭാ നവീകരണത്തിൽ ആഴപ്പെടും. ഞായറാഴ്ച കുർബാന ഒരു കാരണവശാലും മുടക്കിയാല എന്നൊരു വ്രതം പോലെ എടുക്കും. അത് നിങ്ങളെ സഭയുടെ സുരക്ഷിതത്വത്തിൽ വളർത്തും. ഒരു കാരണവശാലും ഞാനോ എൻ്റെ വീട്ടിലെ അംഗങ്ങളോ ഞായറാഴ്ച കുർബാന മുടക്കില്ല. അങ്ങനെ തീരുമാനിച്ചാൽ നാം സുരക്ഷിതരായി. പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയുടെ സ്വീകരണത്തെ കുറിച്ച് തീരുമാനമെടുക്കും. നോമ്പ്, ഉപവാസം ഒക്കെ പാലിക്കണം. 25 നോമ്പാണ്. എത്ര പേര് നോമ്പെടുക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ശുദ്ധമാന സഭയുടെ മാനം കളയാൻ വേണ്ടി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. മാതാപിതാക്കളെ, നിങ്ങളിങ്ങനെ ഞായറാഴ്ച കുർബാന മുടക്കിയും നോമ്പ് ഉപവാസമൊക്കെ ഉപേക്ഷിച്ചും ഒക്കെ ജീവിച്ചു തുടങ്ങുമ്പോൾ ഈ പിള്ളേർക്ക് കിട്ടുന്ന സന്ദേശം എന്താന്ന്? തിരുസഭയുടെ കൽപ്പന അങ്ങനെ പറയൂന്നുള്ളൂ, അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും. എൻ്റെ പപ്പായും ചെയ്യുന്നില്ല, മമ്മിയും ചെയ്യുന്നില്ല, പിന്നെ ഞാനായിട്ട് എന്താ ചെയ്യുന്നു? പപ്പ 1-ാം പ്രമാണം ലംഘിച്ചു, മമ്മി 3-ാം പ്രമാണവും ലംഘിച്ചു. മകൾ അതുകൊണ്ട് 4-ാം പ്രമാണം ലംഘിക്കുന്ന വല്ല കുഴപ്പമുണ്ടോ? ഇല്ലാന്നും പറഞ്ഞ് തലയാട്ടുന്നുണ്ട് പല മിടുക്കികളും. എന്താണ് 4-ാം പ്രമാണം? തിരുസഭ വിലക്കിയ ആളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. പിള്ളേർ അതിലെല്ലാം പോയി എന്നും പറഞ്ഞ് കരയുന്നതിന് മുമ്പ് മാതാപിതാക്കളെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവരെ സഭയുടെ വിശ്വസ്ത മക്കളാക്കി വളർത്താൻ കഴിയുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ തിരുസഭ അനിവാര്യമാണ് എന്ന സത്യം
നിങ്ങൾ ഗ്രഹിക്കുക. അതിന് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും